ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയ ഫീൽ ആയിരിക്കും നമ്മൾ ഇവിടെ വന്ന് റിസർച്ച് ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ പ്രൈവറ്റിലൊക്കെ പഠിക്കാൻ വരികയാണെങ്കിലേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത്രയും കാണും, ആ ഒരു ബിൽഡിങ്ങിന്റെ അത്രയും സൈസേ ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ ഇവരിലേക്ക് ഞാൻ പ്രൈവറ്റിന് ഇപ്പം മോശമാക്കി പറയാം, അങ്ങനെയൊന്നും അല്ല. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം റീസെന്റ് വരുന്ന പിള്ളേർ ഇങ്ങനെ ഓരോന്നും പറയുമ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്നത് ഇങ്ങനത്തെ ഓപ്ഷൻസ് ആർക്കും അറിയത്തില്ലല്ലോ. അതൊക്കെ ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എക്സ്പീരിയൻസ് ആണ്, ജീവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് പ്രൈവറ്റിൽ വന്ന് പഠിച്ചു. സപ്ലൈ ചെയിനല്ലേ പഠിച്ചത്? ഞാൻ 2 വർഷത്തെ കോഴ്സ് പഠിക്കാൻ വേണ്ടി വന്നു, മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെന്റ്. അത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ 3ാമത്തെ വർഷമാണ്. 2 വർഷത്തെ കോഴ്സ് ആയിരുന്നു. എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടാൻ ഡിലേ ആയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. 1 വർഷം കൂടെ റിന്യൂ ചെയ്യേണ്ടി വന്നു. ഞാൻ നോക്കുമ്പോൾ എനിക്കത് ഓക്കെ ആണ്, കാരണം 1 വർഷം കൂടെ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നത് നല്ല കാര്യമാണല്ലോ. ഇനി 2 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട്, അതെല്ലാവർക്കും അറിയാം, വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ തോന്നുന്നു. പിന്നെ വേറെന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ രാജേഷേട്ടാ? എന്തെങ്കിലും, കാരണം എനിക്ക് എന്താ ചോദിക്കണമെന്ന് വലിയ ഇപ്പൊ എനിക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞു. എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് എത്താന്നുള്ളതും എങ്ങനെ പുറത്തേക്ക് വരാന്നുള്ളത്, ഫ്രാൻസിലേക്ക് വരാന്നുള്ളത് എല്ലാം ആദ്യം പറഞ്ഞു കഴിഞ്ഞു. വെബ്സൈറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഫീൽഡിലേക്ക് താല്പര്യമുള്ളവർക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാരീസിൽ റിസർച്ച് ഇപ്പൊ ചെയ്യാൻ വേണ്ടി വന്നു, പോസ്റ്റ് ഡോക്ക് ചെയ്യുന്നു. അപ്പം ഇവിടെ വരുന്നതിന് മുമ്പ് ഇത് നേരത്തെ അറിഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പൊ നാട്ടിലെ റിസർച്ചുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അതെനിക്ക് പറയാം. നാട്ടിലെ റിസർച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ജയിലിൽ നിന്ന് ഇറങ്ങിയ ഫീൽ ആയിരിക്കും നമ്മൾ ഇവിടെ വന്ന് റിസർച്ച് ചെയ്യുന്നത്, ഉറപ്പായിട്ടും. കാരണം നാട്ടിൽ അത്രയും പ്രഷറൈസ്ഡ് ഒരു വർക്കിംഗ് കൾച്ചറാണ്. അപ്പോ അതല്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഉള്ള റിസർച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫ്രീഡം ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന 3 വർഷമാണ്, ടൈം കുറവാണ്, എന്നാൽ ചെയ്തു തീർക്കാനുള്ള ടാസ്കുകളും അതിനനുസരിച്ചേ കാണത്തുള്ളൂ. ഇപ്പൊ ഒരു പ്രോജക്റ്റിലൊരു 3-4 ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും കാണുക, അത് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ഇപ്പൊ നാട്ടിലെ പോലെ ഒരു ഇൻഫൈനൈറ്റ് പീരീഡിലേക്കല്ല നമ്മൾ PhD ചെയ്യുന്നത്. അവിടെ എന്താണ് നമ്മളൊരു ടൈം കൺസ്ട്രെയിൻസ് പറയുന്നുണ്ട്, 4 വർഷത്തിൽ കഴിയുന്നു, പക്ഷെ അത് അവിടെ വരുന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകും. എന്നാൽ ഇവിടെ അത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ 3 വർഷത്തെ പീരീഡിൽ തന്നെ നമുക്കത് ഫിനിഷ് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം നാട്ടിൽ നമ്മൾ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ റിസർച്ച് ചെയ്യുന്നു വിചാരിക്കും. അതേസമയം അവർക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വന്നു, റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു, ഏതായിരിക്കും ബെറ്റർ? ഇവിടെ തന്നെ ആയിരിക്കും അല്ലെ? ഉറപ്പായിട്ടും പുറത്തേക്ക് വരുന്ന ഒന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഫിനാൻഷ്യലി അല്ല, നാട്ടിലും സ്റ്റൈപ്പൻഡ് ഒക്കെ നന്നായിട്ടുണ്ട് തന്നെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ 50,000 എന്തോ സാലറി കൊടുക്കുന്നുണ്ട് IIT-യിലും എല്ലാം. പക്ഷെ ഞാൻ പറയുന്ന ആ വർക്കിംഗ് കൾച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എല്ലാവരെയും ഞാൻ അങ്ങനെ താറടിച്ച് പറയുന്നില്ല, കാരണം എനിക്ക് എല്ലാവരെ പറ്റി അറിയത്തില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് നല്ലതാണ്, നിങ്ങളുടെ പ്രൊഫസർ നല്ല സപ്പോർട്ടീവ് ആണ്, നിങ്ങൾക്ക് ഫ്രീഡം തരുന്നുണ്ട്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് തന്നെ വരണം എന്ന് പറയില്ല. ഇഫ് ഇറ്റ് ഈസ് ആൻ NIT ഓർ IIT ഓർ നല്ല യൂണിവേഴ്സിറ്റി ആണ് എന്നുണ്ടെങ്കിൽ. അതല്ല, ഒരു അത്രയ്ക്കും നല്ല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരണം, കാരണം അതിന്റേതായ ബെനിഫിറ്റ്സ് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടാണ്. ഓഹോ, ഇതൊക്കെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്? ഇതെല്ലാം നേരത്തെ പറഞ്ഞ ആ ഒരു വിഷ്വൽസ്, അതായത് എൻട്രൻസ് അവിടെ വരുന്നു. അയ്യോ, ഇതിങ്ങനെ കിടക്ക, ഇവിടെ വന്ന ഒരു ലോസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഈ ടവർ നമ്പർ ഉള്ളതുകൊണ്ട് മാത്രം കണ്ടുപിടിച്ച് പോവാം. ലില്ലിൽ എങ്ങനെയായിരുന്നു? അത് ഇതുപോലെ തന്നെ. ലില്ലിൽ യൂണിവേഴ്സിറ്റി ഇങ്ങനെ സ്പ്രെഡ് ആയാണ് കിടക്കുന്നത്. അതായത് അവിടെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ലാബ് ഇരിക്കുന്നത് സിറ്റെ സയന്റിഫിക്, അതായത് സയന്റിഫിക് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഫുള്ളും കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ലാബുകൾ മാത്രമായിരിക്കും, മെറ്റീരിയൽസ് ലാബ്. അതേപോലെ ബിസിനസ്സിന് വേണ്ടിയിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് അടുത്ത ക്യാമ്പസ് ഉണ്ട്, പിന്നെ മെഡിക്കൽ ഫീൽഡിന് അടുത്ത ക്യാമ്പസ് ഉണ്ട്. അതുകൊണ്ട് ലില്ലിലെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ സ്പ്രെഡ് ആയാണ് കിടക്കുന്നത്. ഒരു സ്ഥലത്ത് മാത്രം കോൺസെപ്റ്റ്, ഒരു സിറ്റിയിലാണ്, പക്ഷെ പല സ്ഥലത്തായിട്ടാണ്. ഇപ്പൊ മെട്രോ കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ക്യാമ്പസിൽ നിന്ന് അടുത്ത ക്യാമ്പസിൽ മെട്രോയിൽ കയറിയാണ് പോകുന്നത്. പക്ഷെ ഈ യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല, ഇത് ഫുള്ള് ഒരു ക്ലോസ്ഡ് ക്യാമ്പസ് തന്നെയാണ്. പാരീസിന്റെ അകത്ത് തന്നെ ഇവിടെ. അതെ, അതാണ് ഞെട്ടിക്കുന്നത്. ഇത് ഹാർട്ട് ഓഫ് പാരീസിലാണ് ഇതിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കയറാൻ എനിക്ക് വേറെ പ്രത്യേകിച്ച് പെർമിഷൻസ് ചോദിച്ചിട്ടോ, ഞാൻ ചോദിച്ചാൽ കേട്ടത്തില്ല. അതൊന്നും വേണ്ട. ഫ്രാൻസിലെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത് അവിടെ വരുമെന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് അറിയാതെ ആ മാനേജ്മെന്റിലൊക്കെ ഇവിടെ PhD ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, ഇപ്പൊ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം
നേരത്തെ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ലാംഗ്വേജ് ഒരു പ്രശ്നമാണോ ഇത് ചെയ്യാൻ വേണ്ടിട്ട്? റിസർച്ച് സയന്റിഫിക് ഫീൽഡിൽ ലാംഗ്വേജ് വേണ്ട. മേരി ക്യൂറി, നേരത്തെ മേരി ക്യൂറിന്റെ കാര്യം പറഞ്ഞില്ലേ? മേരി ക്യൂറി വർക്ക് ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റിയാണിത്. അപ്പൊ ഈ സോർബോൺ യൂണിവേഴ്സിറ്റിയുടെ മുമ്പത്തെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് പിയർ ആൻഡ് മേരി ക്യൂറി എന്നായിരുന്നു. UPMC എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ പഴയ പേര്. പിന്നെയും ഞാനിപ്പോ ചുമ്മാ ഇവിടെ വരുന്നതിന് മുമ്പ് അന്വേഷിപ്പല്ല ഗൂഗിളിൽ നോക്കിയപ്പോഴും വലിയ വേറെ എന്തൊക്കെയോ പേര് ഞാൻ മറന്നു കേട്ടോ. ഇവിടെ ഇപ്പൊ സമയം ഏകദേശം 6 മണി. വേൾഡ് റാങ്കിങ് 58ലാണ് ഇത് സോർബോൺ യൂണിവേഴ്സിറ്റി. Are you filming? Yes. Okay, great. Okay, could you Would you please like wait to- a minute? Yeah, we are moving out. It's okay. വാ. Oh my God. എനിക്കത് പറഞ്ഞ പോലെ അല്ലേ? അതെ. ഇത്രയും പറയേണ്ട ആവശ്യമുണ്ടോ? ഇവര് കണ്ട് എന്തോ വേറെന്തോ ചെയ്യാണ്. ആണ്ട് അടുത്തത് അത് ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും വിചാരിച്ചു. പറയാനാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ. കമ്മ്യൂണിസ്റ്റുകൾ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഇതാണ് വെറും പാർട്ടി കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ പറയും. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തരുന്ന. ഇവിടെയും ഇതുപോലെ പാർട്ടി പ്രവർത്തനങ്ങളും അതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ ഫ്രഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട്. അപ്പൊ ഇവിടെയാണ് രാജേഷ് ഏട്ടൻ റിസർച്ച് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സോർബോൺ യൂണിവേഴ്സിറ്റി ഉള്ളത്. സോ നമ്മളവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്കൊരു ചായ കുടിക്കാൻ പോവാം. ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എന്തെങ്കിലും അപ്പോ താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് മേക്കിംഗ് ദിസ് വീഡിയോ. അത് ഞാൻ അറിയണ്ടേ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതായത് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. അതായത് ലാസ്റ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റിന്റെ വീഡിയോ ചെയ്തപ്പോഴും എനിക്ക് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്. നാട്ടിൽ നിന്ന് അതായത് ഇതൊക്കെ അത്ര വലിയ കാര്യമൊന്നുമല്ല. പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം സാധാരണക്കാരാണ്. എല്ലാവർക്കും കിട്ടാവുന്നത് തന്നെ ഉള്ളൂ. പക്ഷേ നമ്മള് എസ്പെഷ്യലി റിസർച്ച് ഫീൽഡ് കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് നിങ്ങൾ ഡേ ബൈ ഡേ നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ ദാറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടും. അതുകൊണ്ടാണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. നമ്മളിപ്പോ പഠിച്ചിറങ്ങി തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന ആൾക്കാരുണ്ട്, കിട്ടുന്നില്ലെന്നല്ല. പക്ഷെ കിട്ടാൻ ചാൻസ് കുറയുന്നത് ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ IIT പഠിച്ച ഒരാള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു സാധാ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ MG യൂണിവേഴ്സിറ്റി പഠിച്ച ആൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതിനൊരു വിലയുണ്ട്. പക്ഷെ MG യൂണിവേഴ്സിറ്റി പഠിച്ച ആള് കുറച്ച് റിസർച്ച് ഒക്കെ നാട്ടിൽ തന്നെ ചെയ്ത് ഒരു പബ്ലിക്കേഷനോ അല്ലെങ്കിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്താൽ അപ്പൊ IIT-കാരന്റെ ലെവലിലേക്ക് എത്തുകയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, റിസർച്ച് ഫീൽഡിലേക്ക് വരണം എന്നൊക്കെ അല്ലെങ്കിൽ ഇത് റിസർച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും രാജേഷ് ഏട്ടനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. എന്റെ LinkedIn ഡീറ്റെയിൽസ് ഞാൻ തരാം, അത് കൊടുത്താൽ മതി. എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സഹായം വേണമെങ്കിലും എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു തരാം. അപ്പൊ താങ്ക് യു രാജേഷ് ഏട്ടാ. അപ്പൊ നമ്മള് സമയം ഇപ്പൊ ഏകദേശം 6:45 7 മണിയായി. ഇവിടെ ഇപ്പം സമ്മർ ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ലേറ്റ് ആയിട്ടാണ് ഇവിടെ സൺസെറ്റ് ഒക്കെ വരുന്നത്. നമ്മൾ ചെറിയ ചായ കുടിച്ചിട്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ താങ്ക് യു വെരി മച്ച്. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിലും ഒരു വീഡിയോയിൽ വന്നതിലൊക്കെ താങ്ക് യു വെരി മച്ച്. ഇനിയും കാണാൻ എന്തായാലും പാരീസിലാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പാരീസിയൻ മലയാളിയുടെ ചാനല്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരുന്നുണ്ട്. താങ്ക് യു. തൃപ്തിയായി. ബൈ ബൈ സോർബോൺ യൂണിവേഴ്സിറ്റി.